അല്ല, അത് ഞങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വിഷയമായൊരു വിഷയമല്ല, ചർച്ചയ്ക്ക് വിഷയമാക്കിയിട്ടില്ല. ആര്? അത് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടോ അതിന്? എന്താ ബുദ്ധിമുട്ട്? അല്ല, അതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്താ? നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അതിനെന്താ പ്രശ്നമോ? എന്തിനാണത് അങ്ങനെ ചെയ്തോളണമെന്നുള്ളത്? അങ്ങനെ ചെയ്തോളണം എവിടെയെങ്കിലും വ്യവസ്ഥ എങ്ങാനുണ്ടോ? ഇത് പേഴ്സണലായിട്ട് എടുക്കണേ, പേഴ്സണലായിട്ട് എടുക്കണത്. ഞാൻ പേഴ്സണലായിട്ടാ പറഞ്ഞത്. ഞാൻ പിൻവലിച്ച് നോക്കട്ടെ, അങ്ങനെയാണെന്ന് നോക്കി. ഞാനല്ലല്ലോ മറുപടി പറയണ്ടേ, അത് CPI അല്ലേ പറയണ്ടേ? നിങ്ങൾ CPIക്കാരോട് ചോദിച്ചോ. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഇന്ന് മുന്നണി യോഗത്തിൽ അത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അപ്പുറത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട പാർട്ടിയോട് നിങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ചോ. അതേന്ന് ആയിക്കോട്ടെ, അവർക്ക് ഉന്നയിക്കുന്ന ഒരു പാർട്ടിയല്ലേ, അവർ ഉന്നയിച്ചോട്ടെ. അതിനെന്താ? അതാ ഞാൻ ചോദിച്ചത്, പാർലമെന്ററി പാർട്ടി എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തിനാ ഒരു യോഗത്തിൽ ഒരാൾ ഒരു മുന്നണിയോ ഒരു പാർട്ടിയോ പങ്കെടുത്തില്ലെങ്കിൽ ആ പാർലമെന്ററി പ്രവർത്തനത്തിന് എങ്ങനെയാ അത് ബാധിക്കുക? നിങ്ങൾ നോക്ക്, നിങ്ങൾ അവിടെ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ ഭരണപക്ഷത്ത് വരുന്ന ആളുകളെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഏതെങ്കിലും പാർട്ടി അവിടെ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടോ? 3 പാർട്ടികളുടെ ഇടതുപക്ഷ പ്രതിപക്ഷത്ത് CPM-ഉം CPI-യും RJD-യും ആ പാർട്ടികളെല്ലാം ഒന്നിച്ചു നിന്നില്ലേ? അതല്ലാന്ന് പറഞ്ഞാൽ അന്നേരം അതല്ലാന്ന് പറയണ്ടേ? ആയിക്കോട്ടെ, അതിനെക്കൊണ്ട് ഞാൻ പറയട്ടെ. ഇങ്ങനെ ദേഷ്യം പിടിച്ച് എന്നോട് പറയുന്നതിനാ? എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. തീർന്നല്ലോ വിഷയം. അതാട്ടെ, എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ പ്രശ്നിച്ച് ഇവിടെ ചർച്ച നടത്തിയിട്ടില്ല. ആ ചർച്ച നടത്താത്ത കാര്യത്തെ സംബന്ധിച്ച് ഞാൻ മറുപടി പറയണം നിങ്ങൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ എനിക്കെങ്ങനെ മറുപടി പറയാൻ കഴിയുക? അതേന്ന് പ്രശ്നം പരിഹരിക്കേണ്ടത് ഞങ്ങളിത് പരിശോധിക്കട്ടെ, എന്നിട്ട് പരിഹരിക്കാം. അല്ല, ഏത് പ്രതിപക്ഷത്തിന്റെ? കേരളത്തിലെ പ്രതിപക്ഷം എന്താ ചെയ്യേണ്ടത്? ചെയ്യുന്നത് ഞങ്ങൾക്ക് ആവ് പോലെ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ എന്നെ ചോദ്യം ചെയ്യുന്നതിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല. അത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് സൗഹൃദമായിട്ട് ഇടയ്ക്ക് സംസാരിച്ചെന്ന് വരും, അതിൽ കുഴപ്പമൊന്നുമില്ല. ആ പത്രസമ്മേളനത്തിലെ സൗഹൃദം നമ്മളിങ്ങനെ ആകെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സൗഹൃദമായിട്ട് പരിഹരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അതിനെ കൊടുത്ത് കാണണ്ട. അത് അതിന്റെ ഭാഗമായിട്ടൊന്നും പറഞ്ഞതല്ല, അദ്ദേഹത്തിന് ഒരു അജണ്ട ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതിന്. ആയിക്കോട്ടെ, എനിക്കതിൽ വേറെ വിശദീകരണം ഇല്ല. പറഞ്ഞല്ലോ പ്രശ്നം. നിങ്ങളിനി എത്ര നിർബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അതെ, കൺവീനർ ഒരു മോശാന്ത് കണക്കായിക്കോളിങ്ങൾ. കൺവീനറോട് ചോദിച്ചിട്ട് മറുപടി പറയുന്നില്ല, അത് കൺവീനർ ഒരു മോശമായിട്ട് കണക്കായിക്കോ. തീർന്നല്ലോ പ്രശ്നം. ഞാനത് അഡ്മിറ്റ് ചെയ്തല്ലോ. അങ്ങനെ നിങ്ങൾ മെനക്കെടരുത്. അല്ല, നിങ്ങൾക്ക് അതിന്റെ നമുക്കറിയാം, നമുക്ക് ഓരോരോ പത്രത്തിലും ഓരോരോ അജണ്ടയുണ്ട്, ഓരോരോ വിഷയത്തിലും. നിങ്ങളത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരുമാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം. നമ്മളൊക്കെ ഒരു സാധാരണ മനുഷ്യരല്ലേ. ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ കഴിവൊക്കെ ഉണ്ട്, നിങ്ങൾ മനസ്സിലായിക്കോളി. പക്ഷെ എന്നിട്ട് എന്നെ പത്രസമ്മേളനത്തിൽ വന്ന് ഞാൻ സംസാരിച്ചതിന് എന്നെ ചോദ്യം ചെയ്ത് എന്നെ ശരിപ്പെടുത്തിക്കളിയെന്ന് അങ്ങനെ കണക്കാക്കരുത്. ഞാൻ വിട്ട് വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. വാർത്താ സമ്മേളനം ഞാൻ ഇന്നും നല്ലതല്ലേ, ഞാൻ കുറേയല്ലോ നിങ്ങളെ വാർത്താ സമ്മേളനത്തിൽ വരുന്നത്. ഞാൻ മറുപടി പറയാറില്ലേ? ഞാൻ നിങ്ങളോട് സംസാരിക്കാറില്ലേ? വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത ഒരു കാര്യം നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ?
വേണ്ടെന്ന് ഞാൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മുമ്പിൽ? പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഒരു വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നതിനാ? പേഴ്സണലല്ല നിങ്ങൾ പറഞ്ഞല്ലോ. അല്ല, പേഴ്സണലാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ചിലത് പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും. ഞാൻ ദയവ് ചെയ്തിട്ട് എനിക്ക് ഈ പറയുന്നതിന്റെ അപ്പുറത്തൊന്നും പറയാനില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ആര് സ്വാഭാവികമായിട്ടും വൈകിന്ന് വരുന്നു പറഞ്ഞു? ആര്? അതിനെന്താ? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ കാര്യല്ലേ? അത് നിങ്ങളല്ല, അത് നിങ്ങൾ ആലോചിക്കേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് LDFന്റെ യോഗം ചേരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്താ മറുപടി പറയേണ്ടത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ യോഗം ചേരാത്തല്ലോ നിങ്ങൾ ചോദിച്ച ചോദ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ യോഗം ചേരണം, എപ്പോൾ ചേരണം, എപ്പോൾ ചേരണ്ട എന്നൊക്കെ തീരുമാനിക്കുക ആ മുന്നണിയിലെ പാർട്ടികളാണ്. പരസ്പരം ആലോചിച്ചിട്ടാണ്. ചിലപ്പോൾ നീണ്ടുപോയി എന്ന് വരും, ചിലപ്പോൾ പെട്ടെന്ന് ചേർന്നെന്ന് വരും. ഇത് സാധാരണ നിലയിൽ ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങളിങ്ങനെ ഒരു വിഷയമായിട്ട് എടുക്കുന്നതിനാ? അതിനെ കൊണ്ട് ഏതെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ കടലിൽ പോയ ആളുകളെ തിരിച്ചു എടുക്കാൻ കഴിയാതിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേരാതിരുന്നിട്ടാണോ? അവർക്ക് റേഷനരി കിട്ടാത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേരാത്തത് കൊണ്ടാണോ? ഞാൻ പറയും, സർക്കാരിന്റെ വീഴ്ചകളെ പറ്റി താല്പര്യമുള്ളവരാണല്ലോ നിങ്ങൾ. അന്ന് കഴിഞ്ഞിട്ടില്ല. എവിടെ കഴിഞ്ഞിട്ടുണ്ടോ? അത് സ്പോണ്ടേനിയസ് ഒന്നല്ല. നിങ്ങൾ അങ്ങനെ ധരിക്കണ്ട. പവർ കട്ടിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പവർ കട്ടിന്റെ പ്രശ്നം അവസാനിച്ചിട്ടില്ല. പവർ കട്ടിൽ എങ്ങനെയാ പവർ കട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളെ ആഗ്രഹമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ പവർ കട്ടിന്റെ ദുരിതങ്ങളെല്ലാം അവസാനിച്ചു എന്നുള്ളത് നിങ്ങൾ കണക്കാക്കണ്ട. നമ്മളൊക്കെ തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. നിരവധി വ്യവസായശാലകൾ. അത് നിങ്ങൾ ആലോചിച്ച് പറയണ്ട, ഇങ്ങോട്ട് പറഞ്ഞോ. ഇല്ല, ഞാൻ നേരത്തെ എല്ലാം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ BJPയുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രശ്നങ്ങളാണിതെല്ലാം. അത് ചിലപ്പോൾ 3 മാസം മുമ്പുള്ളതായിരിക്കും, ചിലപ്പോൾ 6 മാസം മുമ്പുള്ളതായിരിക്കും. അതിങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു ചെയിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രശ്നം പറയണ്ടേ? അതുകൊണ്ടാണ് ആ പ്രശ്നം പറഞ്ഞത്. അതുകൊണ്ട് ആ പ്രശ്നം ഇനിയും ഞാൻ ആവർത്തിച്ചെന്ന് വരും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത പത്രസമ്മേളനം ചിലപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വരും. നിങ്ങൾക്ക് എതിർക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് വിമർശിക്കുകയും ചെയ്യാം. ഞാനത് കേൾക്കാനും ബാധ്യസ്ഥനാണ്. അതിലൊന്നും എതിർപ്പൊന്നുമില്ല. വേറൊരു ടോൺ വെച്ച് എന്നോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ലേശം ഇപ്പോൾ പറയേണ്ടി വന്നത്. എന്നാലും അവസാനിപ്പിക്കല്ലേ? ശരി.